നമസ്കാരം. ഗാസയിൽ വർഷങ്ങളായി തുടരുന്ന ക്രൂരമായ കൂട്ടക്കൊലയ്ക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും ഒടുവിൽ അന്താരാഷ്ട്ര സമൂഹം ഗൗരവത്തോടെ ഇടപെടാൻ നിർബന്ധിതമാവുകയാണ്. സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാകുന്ന ഈ നിർണായക ഘട്ടത്തിലാണ് ഗാസ പീസ് ബോർഡിൽ അംഗമാകാൻ ഇന്ത്യയെ അമേരിക്ക ക്ഷണിച്ചിരിക്കുന്നത്. ഗാസയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഇതിനോടകം ശക്തമാക്കിയിട്ടുണ്ട്. ഈ ശ്രമങ്ങളുടെ ഭാഗമായി ഗാസ സമാധാന ബോർഡിൽ ചേരാൻ ഇന്ത്യയെ അമേരിക്ക ക്ഷണിച്ചു കഴിഞ്ഞു. ഗാസയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സമാധാന ബോർഡിൽ ഭാഗമാകാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടാണ് ഇന്ത്യയെ ക്ഷണിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ NIA റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലുമായും പലസ്തീനുമായും ഇന്ത്യക്ക് ചരിത്രപരമായ ബന്ധമുണ്ട്. കൂടാതെ സംഘർഷം ആരംഭിച്ചതു മുതൽ ഈജിപ്റ്റ് വഴി ഗാസയ്ക്ക് ഇന്ത്യ മാനുഷിക സഹായം നൽകി വരുന്നുണ്ട്. അതേസമയം തന്നെ ഗാസ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കാണണമെന്ന് ഇന്ത്യ പല ആവർത്തി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള കരാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തിരുന്നു. ലോകത്തിലെ ഏത് രൂപത്തിലും എവിടെയും തീവ്രവാദം അംഗീകരിക്കാനാവില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു. ഗാസയിലെ ജനങ്ങൾക്ക് ബന്ദികളെ മോചിപ്പിക്കുന്നതിനും മാനുഷിക സഹായം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള കരാറിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ലോകത്തിലെ ഏത് സ്ഥലത്തും ഏതു രൂപത്തിലും സ്ഥലത്തിലുമുള്ള തീവ്രവാദം അസ്വീകാര്യമാണ് എന്ന് ഞങ്ങൾ വീണ്ടും ഉറപ്പിക്കുന്നു എന്നാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിനു ശേഷം പ്രധാനമന്ത്രി മോദി എക്സിൽ പോസ്റ്റ് ചെയ്തത്. ഈ ക്ഷണം വെറും ഒരു ഔപചാരിക നടപടി മാത്രമാണ് എന്ന് നോക്കിക്കാണാൻ കഴിയില്ല. മറിച്ച് ആഗോള നയതന്ത്ര വേദിയിൽ ഇന്ത്യ നേടിയെടുത്ത വിശ്വാസത്തിന്റെയും നേതൃത്വ ശേഷിയുടെയും തുറന്ന അംഗീകാരം കൂടിയാണ് ഇതെന്ന് വേണം പറയാൻ. അതേസമയം ഈ ക്ഷണം ഉയർത്തുന്ന രാഷ്ട്രീയ വിരോധാഭാസങ്ങളും പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളിലെ ഇരട്ടത്താപ്പും ലോക ശ്രദ്ധ ആവശ്യപ്പെടുന്ന വിഷയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ പിന്തുടരുന്ന വിദേശ നയം യുദ്ധമല്ല സമാധാനമാണ് പരിഹാരം എന്ന ദർശനത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. റഷ്യ-യുക്രൈൻ സംഘർഷം മുതൽ പശ്ചിമേഷ്യയിലെ കലാപങ്ങൾ വരെ ഇന്ത്യ സ്ഥിരതയോടെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന് മുൻഗണന, സംഭാഷണത്തിന് പ്രാധാന്യം, സ്വതന്ത്രമായ രാഷ്ട്രങ്ങളുടെ അവകാശങ്ങൾക്കുള്ള ബഹുമാനം. ഗാസ വിഷയത്തിലും ഇന്ത്യ ഇതേ നയമാണ് പിന്തുടരുന്നത്. പല ശക്തമായ രാജ്യങ്ങളും സ്വന്തം താല്പര്യങ്ങൾക്കായി നിലപാടുകൾ മാറ്റിമറിക്കുമ്പോൾ ഇന്ത്യ മാനവികതയുടെ ഭാഗത്താണ് നിലകൊണ്ടത്. ഗാസ പീസ് ബോർഡിലേക്ക് ഇന്ത്യയെ ക്ഷണിച്ചതിലൂടെ അമേരിക്ക പോലും ഇന്ത്യയുടെ സമാധാനപരമായ ഇടപെടലുകളുടെ പ്രാധാന്യം അംഗീകരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഒരു രാഷ്ട്രീയ വൈരുദ്ധ്യം വ്യക്തമാകുന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ട്രംപിന്റെ സമീപനങ്ങളിൽ, സമാധാനം എന്ന വാക്ക് പലപ്പോഴും അധികാര രാഷ്ട്രീയത്തിന്റെ മറവ് പിടിക്കലാണ്. ഇസ്രായേലിന് ഒരു വംശീയമായ പിന്തുണ നൽകി പലസ്തീൻ ജനതയുടെ ദുരിതങ്ങളെ അവഗണിച്ച ട്രംപിന്റെ നയങ്ങൾ ഗാസയെ ഒരു തുറന്ന ജയിലാക്കി മാറ്റുന്നതിൽ വലിയ പങ്കു വഹിച്ചു എന്ന കാര്യം പറയാതെ വയ്യ. ജെറുസലേം വിഷയത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിച്ച നടപടികളും സമാധാന ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കി. ഇത്തരം പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ സാന്നിധ്യം ഗാസ പീസ് ബോർഡിൽ നിർണായകമാകുന്നത്. ഇന്ത്യ ഒരു പക്ഷത്തിന്റെയും അടിമയല്ല. ഇന്ത്യക്ക് ഇസ്രായേലുമായും പലസ്തീനുമായും ഒരേ സമയം നല്ല ബന്ധങ്ങളുണ്ട്. എന്നാൽ അതിലുപരി ഇന്ത്യക്ക് മനുഷ്യ കേന്ദ്രീതമായ ഒരു നയമുണ്ട്. ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെയും സാധാരണ ജനങ്ങളുടെ നിലവിളിയെയും അവഗണിക്കാനാകാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇടപെടൽ സമാധാന ചർച്ചകൾക്ക് വിശ്വാസ്യത നൽകും. ട്രംപിന്റെ രാഷ്ട്രീയം എപ്പോഴും അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിൽ കുടുങ്ങിയതാണ്. ലോക സമാധാനം എന്നത് അദ്ദേഹത്തിന് പലപ്പോഴും ഒരു പ്രചരണ വാചകം മാത്രമാണ്. എന്നാൽ മോദിയുടെ ഇന്ത്യ ലോകം ഒരു കുടുംബം എന്ന വസുദൈവ കുടുംബകത്തിന്റെ ആശയത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ദർശനത്തിന്റെ പ്രായോഗിക രൂപമാണ് ഇന്ന് ലോകം കാണുന്നത്. ഇന്ത്യയെ വിശ്വസിച്ച് സമാധാന ദൗത്യങ്ങളിൽ ക്ഷണിക്കുന്നത്. ഗാസ പീസ് ബോർഡിലെ ഇന്ത്യയുടെ പങ്കാളിത്തം കേവലം ഒരു ചർച്ചാ മേശയിലെ ഒരു സീറ്റ് അല്ല. അത് ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യ നേടിയെടുത്ത നൈതിക ഉയർച്ചയുടെ പ്രതീകമാണ്. ശക്തമായ രാജ്യങ്ങളുടെ ഭീഷണികളോ സാമ്പത്തിക സമ്മർദ്ദങ്ങളോ ഇല്ലാതെ സ്വതന്ത്രമായി നിലപാടെടുക്കാൻ ഇന്ത്യക്ക് ഇന്ന് കഴിയുന്നു. ഇതാണ് ട്രംപിന്റെ കാലഘട്ടത്തിലെ അമേരിക്കയ്ക്ക് പോലും സാധിക്കാത്തത്. ഗാസയിൽ സമാധാനം സാധ്യമാകണമെങ്കിൽ ആയുധങ്ങളുടെ ശബ്ദമല്ല, മാനവികതയുടെ ശബ്ദമാണ് ഉയരേണ്ടത്. ആ ശബ്ദത്തിന് ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ വിശ്വാസത്തോടെ കാതോർക്കുന്നത് ഇന്ത്യയിലേക്കാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ യുദ്ധവാദത്തിന്റെ രാഷ്ട്രീയ കളികളിൽ കുടുങ്ങാതെ സമാധാനത്തിന്റെ ദീപശിഖ ഉയർത്തിപ്പിടിക്കുകയാണ്.